വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓണത്തിൻ്റെ നിങ്ങൾ എന്നെ കണ്ട് പേടിച്ചൊന്നും പോയേക്കരുത്. രാവിലെ എണീച്ചൊന്നുമല്ല, കുറച്ച് നേരം എണീച്ച് കഴിഞ്ഞാൽ ഫോണും തൊട്ട് ഇങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ സമയം ഒരിപ്പം 8 മണി ആകുന്നു. അപ്പോൾ ഓണത്തിൻ്റെ എനിക്ക് ഓണപ്പരിപാടിക്ക് ഡ്രസ്സ് സെറ്റപ്പ് ആയിട്ടില്ല. അപ്പോൾ അതിന്ന് നോക്കാൻ വേണ്ടി പോകണം. അപ്പം ഒരു വ്ലോഗാണ് ഗൈസ്, നമുക്ക് വഴി കാണാം. ദോശ കഴിക്കണം, ദോശയും മുട്ടക്കറിയും ഉണ്ട്. ദോശ ആദ്യം എൻ്റെ പുറകിൽ നിന്ന് വരണ്ട. ചായ കുടിച്ചിട്ട് കാണാം ഗൈസ്. നമ്മളിനി ഒരുങ്ങാൻ പോവാണ്. ഒരുങ്ങിയിട്ട് കാണാം ഗൈസ്. നമ്മൾ ഇറങ്ങി വിടുന്നു. നല്ല വെയില്, നല്ല ഇനി കുറേ മഴ പെയ്യുമെന്ന് അറിയില്ല. സൺകിസ്സർ ഓണത്തിന് ഞാൻ ഈ മറ്റേ കസവിൻ്റെ തുണിക്കകത്ത് ഈ കൃഷ്ണൻ്റെ ഒക്കെ ഇങ്ങനെ വർക്കെല്ലാം വരുന്ന അങ്ങനെ തുണി എടുത്തിട്ട് ഒരു ചെറിയ ചുരിദാർ അടിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ പച്ച ഇടാമെന്ന് വിചാരിച്ചൊരു പച്ച ഒരു ഷാൾ ഉണ്ടായിരുന്നു, അത് നമുക്ക് ചുരിദാർ അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഓണത്തിൻ്റെ ഒരു ലുക്ക് കിട്ടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കൃഷ്ണൻ്റെ ഒക്കെ പ്രിൻ്റ് വരുന്നത് എടുക്കാം. കിട്ടിയാൽ അടിപൊളി, കിട്ടണം. ഇപ്പം സമയം ഒരു 8:30 കണ്ടായി. നമുക്ക് ഈ സമയത്ത് ബസ് പിന്നെ ഡിസാക്കിയിട്ടെ നമുക്കറിയാം. അപ്പം അയ്യോ, അപ്പോഴത്തേക്ക് സാധനം മേടിച്ചു തരാൻ പറ്റും. നമുക്കിടുന്ന് ബസ് വരില്ലല്ലോ. 9 ബസ്സിൽ ഇടുന്നു കയറണം. 9 തിരിച്ചല്ലോ. 10-15 മിനിറ്റ് 50. ഇവിടുന്ന് ഓട്ടോ കിട്ടണോ ഗായ്സ് നമുക്ക്? അയ്യോ, ഒന്ന് നേരത്തെ പറയണ്ടേനാ, ഞാൻ വേഗം ഇറങ്ങൂലേ. ഞാൻ അവിടെ നടന്ന് കളിച്ച് സമയം പോയി. ഇനി എത്ര നേരം കഴിഞ്ഞാലും ഇവിടുന്ന് ഓട്ടോ കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതിന്മേ നടന്നു പോന്നിരുന്നു. നമ്മൾ വിചാരിച്ച കട തുറന്നില്ല. പക്ഷേ ഞായറാഴ്ച ആയിട്ടാണോ ദൈവമേ? നമ്മൾ യുവറാണി പോവുകയാണ്. എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇത് മതി. അല്ല, കള്ളിക്കളി പോലത്തെ വേണോ? കളിക്കളി വേണ്ട അമ്മ. ഇതോ ഏത് മീറ്ററിന് 100? ഇത് 160 വരും. പക്ഷേ സ്കേർട്ടിന് 3.5 മീറ്റർ വേണ്ടേ? അല്ല കുഞ്ഞു ഇത് കൂട്ടി സാറ്റ്. നമ്മളെ സാധനം മേടിച്ച് ഇപ്പം നടക്കുവാണ്. ഞാനൊരു സഞ്ചി എടുത്തില്ലേ. നമ്മൾ പച്ചക്കറി മേടിക്കാൻ നിൽക്കുവാണ്. ഇരുട്ടിന്ന് വേഗം ഒരു ബസ് കിട്ടി. അതുകൊണ്ട് പിന്നെ ഒന്നും മേടിച്ചു തന്നില്ല അമ്മ. പിന്നെ ഇവിടെ അതൊന്ന് നാട്ടിലെത്തി കഴിഞ്ഞിട്ട് അമ്മ സിപ്പപ്പ് മേടിച്ചു. ഇപ്പോൾ ഒരു സിപ്പപ്പ് നിന്നിട്ട് പോവുകയാണ് വീട്ടിലേക്ക്. നടക്കുക, അതിന് കുറച്ച് നടന്നാൽ മതി അങ്ങോട്ടേക്ക്. ബസ്സിൽ ഭയങ്കര തിരക്കുവേനു. പിന്നെ എല്ലാം ചളപടപടീന്നെല്ലാം വാങ്ങിയേനെ. ഇത് അങ്ങനെ ഞാൻ എന്തെല്ലോ തിന്നാനം മേടിക്കണമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഒന്നിനും സമയവും കിട്ടിയില്ല. അപ്പോൾ അവിടെ പോയി ബസ്സും വന്ന് ഇങ്ങോട്ടേക്ക്. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കേണ്ടി വരുവേനു, കുറേ നടക്കേണ്ടി വരുവേനു. ബസ് കിട്ടുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇച്ചിരി പോയാൽ മതി. ഇനി വീട്ടിൽ പോയിട്ട് ചായ കുടിക്കണം. നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ച നൂഡിൽസും ചായയും കുടിക്കുവാണ്. നമുക്ക് ഇഷ്ടമില്ല. ഉപ്പ് കൂടിപ്പോയിനു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് കുറേ അലക്കാനുണ്ട്. അപ്പോൾ പോയിട്ട് അലക്കിയിട്ടൊക്കെ വരാം. നമ്മൾ അലക്കെല്ലാം കഴിഞ്ഞു. അങ്ങനെ വലിയ പണി കഴിഞ്ഞ വെയിലെല്ലാം പോയി. ഒട്ടും വെയിലില്ലാണ്ടോ, വെയിലെല്ലാം പോയി. ഇതെല്ലാം അടിച്ചു വരാനുണ്ടായിരുന്നു. ചപ്പ് കൊണ്ടിട്ടാണ് ഇങ്ങനെ ചപ്പ് കൊണ്ടിട്ട് മൊത്തം അടിഞ്ഞു. കമ്പോസിഷനൊക്കെ ഇരുന്ന് എഴുതുകയാണ് ഗൈസ്. ഇപ്പം സമയം പിന്നെ 4:30 ആവാനായി. പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് റൂമെല്ലാം വൃത്തിയാക്കിയിട്ട്. ഇപ്പം ഞാൻ മുറ്റത്തിരുന്നിട്ട് മറ്റേ കപ്പ വറുത്ത തിന്നുവാണ്. ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് നല്ല രസമുണ്ട്. ഇതെന്നെ കളിക്കുന്നേ കുഞ്ഞിപ്പെണ്ണേ. കുഞ്ഞിപ്പെണ്ണല്ല കേട്ടോ, ഇത് കുഞ്ഞിച്ചക്കനാ. നമുക്കിനി എംബോസിഷൻ ബാക്കിയും കൂടി എഴുതി വെക്കാം.
ഇവൻ അമ്മേനെ നോക്കിയിരിക്കുകയാണ്. അമ്മ അയൽക്കൂട്ടത്തിന് പോയിട്ടുണ്ട്. അമ്മേനെ നോക്കിയിരിക്കുകയാണ്. ഇവൻ്റെ വിചാരം അമ്മ ഇപ്പം വരുമ്പോൾ മീൻ കൊണ്ടുവരുന്നതാണ്. പക്ഷെ അമ്മ മീൻ കൊണ്ടുവരില്ല സാർ. കണ്ട അമ്മേനെ നോക്കിയിരിക്കുകയാണ്. നമ്മളിൽ ചായ കുടിക്കുവാണ്. പഴം എനിക്ക് വേണ്ട, എനിക്ക് അപ്പം വേണ്ട, എനിക്കിഷ്ടമില്ല. ഇന്ന് പോയെടുത്ത തുണി, അതുകൊണ്ട് നമ്മൾ അമ്മ ഇന്ന് തന്നെ തയ്ച്ച് തന്നിട്ടുണ്ട്. നമുക്കിത് ഇട്ട് നോക്കാവുന്ന. ഇതാണ് നമ്മുടെ ടോപ്പ്. കുഴപ്പമില്ല, രസമുണ്ട്. ഇതിങ്ങനെ ബോർഡർ ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടാണ് ഒരു ഭംഗി വന്നത്. അല്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടായിരുന്നു ആദ്യം. ഇത് വന്നപ്പോൾ ഒരു രസമുണ്ട് കാണാൻ. നമ്മൾ മേടിച്ച ഒരു ചെറിയ ഇറുക്കി പോലത്തെയാണ് സ്ലൈഡ്. മോർണിംഗ് ഗായ്സ്, ഞാനും അമ്മയും കൂടി സംക്രമത്തിന് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ് അമ്പലത്തിലേക്ക്. നടന്നുകൊണ്ട് ദൂരെ വിട്ടു. നല്ല രസമുണ്ട് വ്യൂ കാണാൻ. വീഴുന്ന ഇതാണ് ഞങ്ങളുടെ ഗ്രാമം, പ്രശാന്ത സുന്ദരപുരി. ഇത് അമ്പലത്തിലെ കവാടമാണ്. നമ്മൾ കവാടത്തിലേക്ക് ഇപ്പോൾ കയറും. നമുക്ക് ആ തെറ്റിത്താരും അമ്പലത്തിൽ പോകണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റേറ്റിനാണ് ഇപ്പോൾ പോക്ക്. അയ്യോ കാണില്ല, പോയി. നടക്കുവാണ് വീട്ടിലേക്ക്. റബ്ബറിനെ കുറിച്ചപ്പം കുറേ വെട്ടാറുണ്ട്. വീട്ടിലെത്തിയിട്ട് കാണാം. ദോശ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ദോശ ഒന്ന് കാണാം. പെട്ടെന്ന് മനസ്സിൽ ചൂല് വാങ്ങിച്ചു തരാനാണ്. പിന്നെ ചൂലും മേടിച്ചു, കുറച്ച് സാധനം മുട്ടയും മേടിച്ചു. വൈകുന്നേരത്തേക്ക് 3-4 മുട്ടയും മേടിച്ചു. വൈകുന്നേരത്തേക്ക് ഒരു മുട്ട. ഓക്കെ. നൂഡിൽസ്, ചായക്ക് നൂഡിൽസാണ് കഴിച്ചത്. അപ്പോൾ നൂഡിൽസ് മേടിച്ചപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് അമ്മ വന്നത് അവിടെ പോകാമെന്ന്. അപ്പോഴത്തേക്ക് വീട്ടിൽ ഓടി. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ഞാൻ ഇന്ന് പോയിട്ട് ആ എടുത്ത ടോപ്പിനിടാൻ പറ്റിയ ഒരു പാൻറ്റും എടുത്തു. അത് കാണിച്ചു തരാം. വേറെ ഒന്നും ഞാൻ എടുത്തില്ല. പാൻറ്റ് എടുത്തു. പിന്നെ കമ്മലും കാണിച്ചു തരാം. കമ്മൽ ഞാൻ എൻ്റെ ഫ്രണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പച്ച പോലത്തെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിട്ടിട്ട് പോകും. എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ട്. ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. സംഭവം ഞാൻ ലെഗിൻസാണ് എടുത്തത്. മറ്റേ പാൻറ്റിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് മതി, അഡ്ജസ്റ്റ് ആക്കാം. അതിൻ്റെ കൂടെ മാച്ച് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിത് എടുക്കാണ്ടാ പോയെ. നമുക്ക് കരിമ്പാച്ചാണെന്ന് കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാണ് എടുത്തിട്ട് വന്നത്. കുഴപ്പമില്ലല്ലേ, അഡ്ജസ്റ്റ് ആക്കാം. ഇനി മാറ്റാവുന്ന കയ്യിൽ. ഇനി അമ്മ എന്നെ ഓടിക്കും. അമ്മ ഈ പാൻറ്റിന് 150 എന്നെ പറയത്തൊന്നുമില്ല. നമുക്ക് തലക്കാലം ഇതൊക്കെ അഡ്ജസ്റ്റ് ആക്കാം. പിന്നെ കമ്മൽ കാണിച്ചു തരാം. ഇതാണ് കമ്മൽ. ഇത് കമ്മൽ കുഞ്ഞിതായി പോയി എന്നുണ്ട്, എനിക്കൊരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ആക്കാം. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഞാനിപ്പോൾ കമ്മൽ എടുത്തിട്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല.
അതുകൊണ്ട് ഇതന്നെ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കട്ടെ എങ്ങനെയാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഓണത്തിന് വാങ്ങിയ കുറച്ചത്തെ സാധനങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ ഗൈസ്.